ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്ന് കാണിക്കാൻ പോകുന്നത് മീഷോയിൽ നിന്ന് വാങ്ങിച്ചിരിക്കുന്ന ഒരു കോട്ടൺ കുർത്തി മെറ്റീരിയലാണ്. അൺസ്റ്റിച്ചഡ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. 2.5 മീറ്ററിൻ്റെ സാധാ ഒരു കുർത്തിക്ക് നമ്മൾ കടയിൽ നിന്നൊക്കെ മുറിച്ച് വാങ്ങിക്കുന്ന പോലത്തെ ഉള്ള ഒരു മെറ്റീരിയലാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഇത് നല്ലൊരു ഒരു ലൈറ്റ് റോസ് കളർ, ബേബി പിങ്ക് എന്ന് പറയാൻ പറ്റത്തില്ല, ഇച്ചിരി കൂടി ഉണ്ട്. അങ്ങനെ ഉള്ളൊരു ഇതാണ്, ഒരു മെറ്റീരിയലാണ്. ഈ മെറ്റീരിയൽ സെൽഫ് പ്രിൻ്റാണ്. ഇങ്ങനെ മാഞ്ഞു പോകുന്ന കളറൊന്നുമല്ല. മങ്ങ് കാണാൻ മൊത്തത്തിൽ മാറണം. ഓട്ടോമാറ്റിക്കായിട്ട് കോട്ടൺ ചുരിദാറുകൾ പെട്ടെന്ന് കുറച്ച് ഡിമ്മാവുമല്ലോ, അങ്ങനെ ഉണ്ട്. അല്ലാതെ ഫോയിൽ പ്രിൻ്റ് അങ്ങനെയൊന്നുമല്ല. അതേ തന്നെയുള്ള നല്ലൊരു ഡിസൈനാണ്. കോട്ടൺ എന്ന് പറഞ്ഞാൽ പ്യുവർ കോട്ടനാണ്. നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള, സോഫ്റ്റ് ആയിട്ടുള്ള, അടിപൊളിയായിട്ടുള്ള മെറ്റീരിയലാണ്. പിന്നെ എനിക്ക് കൂടി ഇഷ്ടപ്പെടാഞ്ഞത് അതിൻ്റെ ആ ഒരു പാക്കേജിങ് സ്റ്റാർട്ട് ചെയ്ത് നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ, പ്ലെയിനാണ് വരുന്നത്. അതായത് വേറെ ഒരു കവറും ഒന്നുമില്ല. മീഷോയുടെ ആ ഒരു സിംഗിൾ കവർ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും എൻ്റെ സാധനം എന്നൊക്കെ കാണാൻ പറ്റും. അങ്ങനെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു കവറാണ്. മെറ്റീരിയൽ കുറച്ച് കോട്ടനായതുകൊണ്ട് സ്ട്രിങ് ചെയ്യുമായിരിക്കും. നമ്മൾ നനച്ച് കഴിയുമ്പോഴത്തേനും കുറച്ച് ചുരുങ്ങുമായിരിക്കും, അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. നല്ല ക്വാളിറ്റി ഉള്ള നല്ല അടിപൊളി മെറ്റീരിയലാണ്. ഞാനിത് വാങ്ങിക്കുമ്പോൾ ഈ മെറ്റീരിയലിന് 211 രൂപയായിരുന്നു റേറ്റ്. ഇപ്പോൾ കുറച്ച് വ്യത്യാസമുണ്ട്. അത് ചില സമയത്തൊക്കെ നൈറ്റൊക്കെ ഓഫർ കാണും. ആ സമയമൊക്കെ നോക്കി നിങ്ങൾ വാങ്ങിച്ചാൽ മതി. പിന്നെ ഇത് നമുക്ക് സാധാരണ പ്ലെയിൻ ആയിട്ട് കുർത്തി തയ്ച്ചിടാൻ പറ്റുന്നതാണ്. മോസ്റ്റ്ലി എനിക്ക് തോന്നുന്നു വൈറ്റ് ബോട്ടും ഷോളും ഒക്കെ ആണെങ്കിൽ അടിപൊളിയായിരിക്കും. സെയിം ടോണിലുള്ള പാൻറ്റ് ഷോളും ഒക്കെ ആണെങ്കിലും അടിപൊളിയാണ്. 2.5 മീറ്റർ മിച്ചം മെറ്റീരിയൽ നമുക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എ ലൈനോ പിന്നെ ഒക്കെ തയ്ക്കാവുന്നതാണ്. നോർമൽ സ്ലിറ്റുള്ള ചുരിദാറാണെങ്കിലും ഒരു കുർത്ത തയ്ക്കുന്നതെങ്കിലും 3/4 ഇല്ലെങ്കിൽ ഒരു ഫുൾ കൈയോ ഒക്കെ വെക്കാനുള്ള അത്രയും ലെങ്ത് നമുക്ക് കിട്ടും. വീതിയുണ്ട്, നീളമുണ്ട്. പിന്നെ ഒരു ഹാഫ് കോട്ടറോ അങ്ങനെയൊക്കെ വെച്ച് തയ്ക്കുവായിരുന്നത് അടിപൊളിയായിരിക്കും. ഇല്ലെങ്കിൽ എന്തുകൂടെ വൈറ്റ് ലേസൊക്കെ കൊടുത്ത് നമുക്ക് ചെയ്യാനായിട്ട് അടിപൊളിയാണ്. അപ്പം വേനൽക്കാലമൊക്കെ ആയതുകൊണ്ട്, ഇനി അങ്ങോട്ട് വേനൽക്കാലമൊക്കെ ആയിട്ട് നമുക്ക് നല്ല കംഫർട്ടായിട്ട് ഇടാൻ പറ്റുന്ന ഒരു കോട്ടൻ്റെ മെറ്റീരിയൽ തന്നെയാണ്. സാധാരണ ചിലപ്പോൾ മീഷോയിൽ മറ്റേ റയോണിൻ്റെ മെറ്റീരിയൽസൊക്കെയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ കുറച്ച് മെറ്റീരിയൽ ചില പ്രോഡക്റ്റിന് കുറവ് ഞാൻ കണ്ടിട്ടുണ്ട്. അത് വെച്ച് നോക്കുമ്പം ഇത് ലെങ്ത് പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല, എല്ലാം അടിപൊളിയാണ്. മീഷോയിൽ നിന്ന് ഇത്രയും നല്ലൊരു പ്രോഡക്റ്റ് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പിന്നെ കോട്ടൺ ആയതുകൊണ്ട് നമുക്ക് വേണേൽ കളർ ഗാർഡ് ഒന്ന് ഫസ്റ്റ് അപ്ലൈ ചെയ്യാമെന്ന് എനിക്ക് തോന്നി. വേറൊന്നുമല്ല, കൂടുതലായിട്ട് ലോങ് ലാസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം, അല്ലാതെ കളർ ഇളകുന്നതായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. പിന്നെ അതിൻ്റെ ബാക്ക് പോർഷൻ കണ്ടോ നിങ്ങൾ? അതിൻ്റെ ഫ്രണ്ട് കൊടുത്തിരിക്കുന്ന വര നമുക്ക് അടിയിലേക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ എന്ന് വെച്ചാൽ നിഴലടിക്കുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ഇതിപ്പോൾ എങ്ങനെയെങ്കിലും പറയേണ്ടതെന്ന് അറിയത്തില്ല. പുറകുവശം നമുക്ക് ആ വര കാണാവുന്ന വിസിബിളായിട്ടുള്ള ഒരു രീതിയിൽ തന്നെ, പുറത്തുനിന്നൊരു പ്രിൻറ്റ് വരുന്ന രീതിയിൽ തന്നെ നമുക്ക് കാണാം. പക്ഷെ നിഴലടിക്കുന്ന ഒട്ടുമില്ല. നമുക്ക് ലൈനിങ് ഇല്ലാതെ സ്റ്റിച്ച് ചെയ്ത് ഇടാൻ താല്പര്യമുള്ളവരാണെങ്കിൽ അങ്ങനെ ഇടാം. പിന്നെ എപ്പോഴും നമ്മൾ ലൈനിങ് വെച്ച് കാരണം മെറ്റീരിയൽ കട്ടി കുറവായതുകൊണ്ട് ലൈനിങ് വെച്ച് സ്റ്റിച്ച് ചെയ്താൽ നമുക്ക് ബൾക്കായിട്ടൊന്നും തോന്നത്തൊന്നുമില്ല. അപ്പം മെറ്റീരിയൽ ലൈനിങ് വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് ലാസ്റ്റ് ചെയ്യും, അത്രേ ഉള്ളൂ. ബാക്കിയൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. അപ്പം വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. അപ്പം വീണ്ടും ഇതുപോലെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.